ഹലോ. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂസ് നോക്കുകയാണ്. അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ വരുന്നതാണ് സോല്യൂബിലിറ്റി കേട്ടോ. സോല്യൂബിലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ സോല്യൂബിലിറ്റിക്ക് നമുക്കൊരു ഡെഫിനിഷൻ പറയാൻ പറ്റുക? നോക്കാം. സോല്യൂബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ ഒരു എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ നമുക്ക് എത്രത്തോളം മാക്സിമം സോല്യൂബിൾ ആക്കാൻ പറ്റും, ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും ഒരു സബ്സ്റ്റൻസിനെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് സോല്യൂബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? മാക്സിമം സോല്യൂബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ മാക്സിമം എത്രത്തോളം നമുക്കൊരു സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ ആ സബ്സ്റ്റൻസിൻ്റെ സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോല്യൂബിലിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. നമ്മൾ എടുക്കുന്ന സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നേച്ചറിന് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ആസ് വെൽ ആസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറിനും ഡിപ്പെൻഡ് ചെയ്യും, പ്രഷറിനും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സോല്യൂബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട്, നേച്ചർ ഓഫ് സോൾവെൻറ്റ്, ടെമ്പറേച്ചർ, പ്രഷർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാനുള്ളത് സോല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. ഒരു ലിക്വിഡിൽ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ സോല്യൂബിലിറ്റിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ്സ്, അതുപോലെ തന്നെ നോൺ പോളാർ സൊല്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻറ്റിലായിരിക്കും ഡിസോൾവ് ചെയ്യുക. ഈ ചാർജർ ഉണ്ടല്ലോ Na+Cl- എന്നൊക്കെ പറയുന്ന പോലെ പോളാർ ആയിട്ടുള്ളതാണ്, ചാർജർ ആയിട്ടുള്ള പോളാർ ഉള്ളതാണെങ്കിൽ സൊല്യൂട്ട് എന്തിൽ തന്നെയാണ് ഡിസോൾവ് ആവുക? പോളാർ ആയിട്ടുള്ള സോൾവെൻറ്റിലായിരിക്കും. അതുപോലെ തന്നെ നോൺ പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട് ആണെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻറ്റിലും ആയിരിക്കും ഡിസോൾവ് ചെയ്യുക. ഒരേപോലെ അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? We can say like dissolves like. ഒരുപോലെയുള്ളതാണ് ഒരുപോലെയുള്ളതാണ് പരസ്പരം എന്ത് ചെയ്യുന്നത്? ഡിസോൾവ് ചെയ്യുന്നത് എന്ന്. പോളാർ ആണെങ്കിൽ പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട് പോളാർ ആയിട്ടുള്ള സോൾവെന്റ് തന്നെയാണ് ഡിസോൾവ് ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. ഒരേപോലത്തെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. രണ്ടും പോളാർ ആണെങ്കിൽ രണ്ട് പോളാറിനും സബ്സ്റ്റൻസിനും എന്തായിരിക്കും? സെയിം ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഒരേപോലെ ഉള്ളത് എന്താ ചെയ്യുന്നത്? ഡിസോൾവ് ചെയ്യാനുള്ള കാരണം. നോക്കാം. വെൻ എ സോളിഡ് സൊല്യൂട്ട് ഈസ് ആഡഡ് ടു ദ സോൾവെന്റ്, ഒരു സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് നമ്മൾ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സം സൊല്യൂട്ട് ഡിസോൾവ്, ചിലത് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. അപ്പം എന്താ നടക്കുക? അതിൻ്റെ കോൺസെൻട്രേഷൻ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ നടക്കുക? അതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസൊല്യൂഷൻ. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സോൾവെന്റിൽ എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. കുറച്ച് പുതിയ പുതിയ ടേംസ് പരിചയപ്പെടുകയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നത് തന്നെ, നമ്മളൊന്ന് ജസ്റ്റ് ഡെഫിനിഷൻസ് പറഞ്ഞു പോവാണ്. സൊല്യൂഷൻ റിലേറ്റഡ് ടേംസ് കേട്ടോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള 2 പോയിന്റ്, ഒന്ന് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നും രണ്ടാമത്തത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നും. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ആ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി കൂടുതൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ മാക്സിമം ആ സോൾവെൻറ്റിൽ എത്ര മാക്സിമം സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാം അത്രയും അത് ഡിസോൾവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സൊല്യൂട്ട് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഷുഗർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനിയും ഷുഗറിന് ആഡ് ചെയ്യാൻ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റാതെ ആവും. അങ്ങനെ വരുന്ന സൊല്യൂഷനെ ഇനി നോ മോർ സൊല്യൂട്ടിനെ ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിലേക്ക് നമുക്കിനി എന്ത് ചെയ്യാം, ഇനിയും അത് സാച്ചുറേറ്റഡ് എത്തിയിട്ടില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും സൊല്യൂട്ട് ആഡ് ചെയ്യാം, ഡിസോൾവ് ചെയ്യിപ്പിക്കാം. അങ്ങനെയുള്ളതാണ് എന്ത്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമുക്കൊന്ന് ഡെഫിനിഷൻ വായിച്ച് നോക്കാം. സൊല്യൂഷൻ ഇൻ വിച്ച് no more solute can be dissolved at the same temperature. ടെമ്പറേച്ചർ കൂട്ടിയിട്ട് മാറ്റം വരുത്തിയിട്ടല്ല, സെയിം ടെമ്പറേച്ചറിൽ നോക്കുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, no more solute can be dissolved. ഇനി അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. Clearly definition, solution in which no more solute can be dissolved at the same temperature and pressure is called a saturated solution. അടുത്ത് നോക്കാം, an unsaturated solution എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ നോക്കാം. Unsaturated solution is one in which more solute can be dissolved at the same temperature. സെയിം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ഇനി അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് എന്ത്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു സ്റ്റേജിൽ, അതായത് സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന അല്ലേ, ഈ പ്രോസസ്സിന്റെ സമയത്ത് ടെമ്പറേച്ചറിൽ വരുന്ന എഫക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇഫ് ഇൻ എ നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ഏകദേശം ഇനി സാച്ചുറേറ്റഡിലേക്ക് എത്തുന്ന നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ്, അതിൻ്റെ ഡിസൊല്യൂഷൻ പ്രോസസ്സ് ഈസ് എൻഡോതേർമിക് ആണ് എന്ന് കരുതുക. എന്തായിരുന്നു എൻഡോതേർമിക്കും എക്സോതേർമിക്കും? എൻഡോതേർമിക് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്, എക്സോതേർമിക് പറയുമ്പോൾ ഹീറ്റിനെ റിലീസ് ആണ് ചെയ്യുന്നത്. എൻഡോതേർമിക് ഹീറ്റ് അബ്സോർബ് ആണ് നടക്കുക കേട്ടോ, ഹീറ്റ് അബ്സോർബ് ആണ് നടക്കുക. എക്സോതേർമിക് പറയുമ്പോൾ ഹീറ്റിനെ എന്താ ചെയ്യുക, റിലീസ് ആണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എൻഡോതേർമിക് ആണ് നമ്മുടെ പ്രോസസ്സ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡെൽറ്റ എച്ച്, എൻതാൽപ്പിനെ ഡെൽറ്റ എച്ച് എന്ന് കൊടുക്കുക, സൊല്യൂഷൻ കേട്ടോ. ഡെൽറ്റ എച്ച് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ ഒരു കേസ് ആണ് എന്നുണ്ടെങ്കിൽ സോലിബിലിറ്റി എന്താ ചെയ്യുക, ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലിബിലിറ്റിയും എന്താ ചെയ്യുന്നത്, കൂടാണ് ചെയ്യുന്നത്. എപ്പോ, എൻഡോതേർമിക് ആണ് നമ്മുടെ പ്രോസസ്സ് എന്നുണ്ടെങ്കിൽ, പ്രോസസ്സ് എൻഡോതേർമിക് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സോലിബിലിറ്റി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇനി സപ്പോസ് എക്സോതേർമിക് ആണെങ്കിൽ എന്താ നടക്കുക, സോലിബിലിറ്റി ഷുഡ് ഡിക്രീസ് ആണ് ചെയ്യുക. ഈ ഒരു കേസിൽ സോലിബിലിറ്റി എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ എൻഡോതേർമിക്കും എക്സോതേർമിക്കും ആവുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എന്ത് വരും, ചേഞ്ച് വരും. അതാണ് ടെമ്പറേച്ചറിനനുസരിച്ചിട്ടുള്ള എഫക്റ്റ്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് പ്രഷർ ആണ് കേട്ടോ. ഈ സോളിഡ്സ് ലിക്വിഡ്സിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് പ്രഷറിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട പോയിന്റ്, പ്രഷറിന് എന്തുണ്ടാവില്ല, ഈ ഒരു കേസിൽ യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സോളിഡ്സ് ഇൻ ലിക്വിഡ് അല്ലേ, സോളിഡ് എന്തായിരിക്കും, ഇൻകംപ്രസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ലിക്വിഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോളിഡ്സിനൊന്നും നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. കംപ്രസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഈ പ്രഷർ കൊടുക്കുന്ന എഫക്റ്റ് നടക്കുക പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കംപ്രസ് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവില്ല, പ്രഷറിന് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പോയിന്റ് നോക്കാം. Pressure does not have any significant effect on solubility of solids in liquid. Solids in liquidsലുള്ള solubilityയിൽ പ്രഷറിന് എന്തില്ല, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഒന്നും ഇല്ല. കാരണം എന്താ, ഇറ്റ് ഈസ് സോ ബിക്കോസ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഹൈലി ഇൻകംപ്രസിബിൾ. സോളിഡ്സിനും ലിക്വിഡ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവരെന്താണ്, പ്രാക്ടിക്കലി റിമെയിൻ അൺഎഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ പ്രഷർ. അതുകൊണ്ട് എന്താണ്, പ്രഷറിൽ ചേഞ്ച് ചെയ്യുന്ന എന്താണ്, ചേഞ്ച് ചെയ്ത് വിചാരിച്ച് നമുക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സോലിബിലിറ്റി ഇൻ സോളിഡ് ഇൻ ലിക്വിഡ് നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ആണ്. ഗ്യാസ് ഇൻ ലിക്വിഡ് കേട്ടോ.
അപ്പോൾ solubility of gases in liquid is greatly affected by pressure and temperature. ഈ കേസിൽ അവർ എന്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രഷറിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ കേസിൽ സോളിഡ്സ് അല്ലേ, സോളിഡ്സ് എന്തായിരുന്നു? കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഗ്യാസസ് അല്ലേ, ഗ്യാസസ് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രഷറിന് എന്തെങ്കിലും എന്തുണ്ടാവും? എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, solubility of gas increases with the increase of pressure. അതായത് പ്രഷർ നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്യാഷ്യസ് ആണ്, അപ്പോൾ അവരെന്ത് ചെയ്യും? കംപ്രസ് ആവും. കംപ്രസ് ആവുന്നത് കൊണ്ട് തന്നെ സോലിബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോലിബിലിറ്റി ഈ ഒരു കേസിൽ കേട്ടോ ഗ്യാസ് ഇൻ ലിക്വിഡിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോളിഡ്സ് ഇൻ ലിക്വിഡ് നോക്കിയപ്പോൾ എന്തായിരുന്നു? പ്രഷറിന് എഫക്റ്റ് ഇല്ല. കാരണം സോളിഡൊക്കെ എന്താണ്? കംപ്രസ് ചെയ്യാൻ പറ്റാത്തതാണ്. അടുത്തത് solubility of gases in liquids decreases with the rise in temperature. ടെമ്പറേച്ചർ ഞാൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ സോലിബിലിറ്റി എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പ്രഷറിൻ്റെ കേസിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ സോലിബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇവിടെ ടെമ്പറേച്ചറിന് നോക്കുന്ന നേരത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലിബിലിറ്റി എന്താ ചെയ്യുക? ഡിക്രീസ് ആണ് ചെയ്യുക. ആ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡിന്റെ കേസിലാണ് ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹെൻറിസ് ലോ ആണ്. ഹെൻറിസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ ചാപ്റ്ററിൽ. ഹെൻറിസ് ലോ, ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആദ്യം നോക്കാം നമുക്ക്. The partial pressure of the gas in vapor phase is proportional to the mole fraction of the gas in the solution. അതായത് ഒരു സൊല്യൂഷനിലെ മോൾ ഫ്രാക്ഷനും അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷറും ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറും എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പാർഷ്യൽ പ്രഷറിന് ഞാൻ എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തു? പി വെച്ചിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ പി എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ്. ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൽ മോൾ ഫ്രാക്ഷൻ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്തത്. ഇവിടെ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും എന്നാ പറയുന്നത്? പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഞാൻ പി ഈക്വൽ ടു എന്നുള്ള ടേമിൽ എഴുതണമെങ്കിൽ ഞാനിവിടെ എന്ത് പുട്ട് ചെയ്യണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ പുട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ കൊടുത്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ആര്? കെ എച്ച്. കെ എച്ചിന് നമ്മൾ എന്താണ് പറയുക? ഹെൻറിസ് ലോ കോൺസ്റ്റന്റ്. കെ എച്ച് ഹെൻറിസ് ലോ കോൺസ്റ്റന്റ്. സോ ഇതാണ് അതിൻ്റെ എന്ത് വരുന്നത്? എക്സ്പ്രഷൻ വരുന്നത്. പ്രഷർ പാർഷ്യൽ പ്രഷർ പി ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് മോൾ ഫ്രാക്ഷനെ. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസിന് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വേഷൻ ആക്കുമ്പോൾ നമ്മൾ പുട്ട് ചെയ്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് കെ എച്ച്. കെ എച്ചിന് പേരെന്താ പറയുക? ഹെൻറിസ് ലോ കോൺസ്റ്റന്റ്. ഇനി ഇതിൽ ഓർക്കേണ്ട ഒരു പോയിന്റ്, ഈ സോലിബിലിറ്റീൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, സോലിബിലിറ്റി ഓഫ് ഗ്യാസ് എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യും വിത്ത് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ സോലിബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്നല്ലേ നമ്മൾ പോയിന്റ് പഠിച്ചത് എഫക്റ്റ് പറഞ്ഞപ്പോഴും. അപ്പോൾ അതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഒരു പോയിന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ എന്താണ് പോയിന്റ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദിസ് റീസൺ. ഈ കാരണം കൊണ്ടാണ് അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ റാദർ ദാൻ വാം വാട്ടർ. വാം വാട്ടറിലുള്ളതിനേക്കാൾ നമ്മുടെ അക്വാട്ടിക് സ്പീഷീസ് എന്തിലാ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക? കോൾഡ് വാട്ടറിലായിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചോദിക്കാം? ഗീവ് റീസൺ ആയിട്ട് ചോദിക്കാം. അങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? ഗീവ് റീസൺ ആയിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ. സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസ് ആണ് ചെയ്യുക വിത്ത് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറഞ്ഞാലാണ് സോലിബിലിറ്റി കൂടുക. അതുകൊണ്ടാണ് അക്വാട്ടിക് സ്പീഷീസ് എന്ത് ചെയ്യുന്നത്? കോൾഡ് വാട്ടറിൽ കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് ദാൻ വാം വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? ഹെൻറിസ് ലോ പഠിച്ചു. ഇനി ഹെൻറിസ് ലോൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 അപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ. ആദ്യത്തെ പോയിന്റ്,
To increase the solubility of carbon dioxide in soft drinks and soda water, the bottle is sealed under high pressure. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് സോഡ വാട്ടർ ഒക്കെ നോക്കുന്ന നേരത്തെ ആ ബോട്ടിൽ എങ്ങനെയാണ് സീൽ ചെയ്തിട്ടുണ്ടാവുക, ഹൈ പ്രഷറിലാണ് സീൽ ചെയ്തിട്ടുണ്ടാവുക. നമുക്കറിയാം പ്രഷർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ സോലിബിലിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബോട്ടിലിനെ, സോഡേൻ്റെ ഒക്കെ ബോട്ടിലിനെ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടുന്നു എന്നുള്ള ഹെൻറിസ് ലോ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ബോട്ടിലിൻ്റെ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുമ്പോൾ പ്രഷർ കൂടി, അപ്പോൾ എന്താ നടക്കുക, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ ഫസ്റ്റ് ആപ്ലിക്കേഷൻ? സെക്കൻഡ് കേസ് നോക്കാം. സ്കൂബ ഡൈവേഴ്സിന്റെ കേസാണ് അടുത്ത് പറയുന്നത് കേട്ടോ. സ്കൂബ ഡൈവേഴ്സ് എന്താ ചെയ്യുന്നത്, must cope with a high concentration of dissolved gases while breathing air at a high pressure under water. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് അണ്ടർ വാട്ടറിലേക്ക് പോകുമ്പോൾ എന്താ നടക്കുക, പ്രഷർ കൂടുകയാണ് ചെയ്യുക. പ്രഷർ കൂടിയിട്ടുണ്ടെങ്കിൽ സോലിബിലിറ്റി ഇൻക്രീസ് ആണ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, സോലിബിലിറ്റി പ്രഷർ ഇങ്ങനെ കൂടുന്ന നേരത്ത് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഒക്കെ ബ്ലഡിൽ സോലിബിൾ ആവുന്നത് എന്ത് ചെയ്യും, കൂടും. നമ്മുടെ പോയിന്റ് ബേസിക്കലി ഇതേ ഉള്ളൂ കേട്ടോ. പ്രഷർ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സോലിബിലിറ്റി കൂടുന്നത്. ഓക്കെ, ആദ്യത്തെ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസാണെങ്കിൽ നമ്മൾ പ്രഷർ കൊടുത്ത് ബോട്ടിലിനെ ഹൈ പ്രഷറിൽ സീൽ ചെയ്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് സോലിബിലിറ്റി കൂടി. ഇവിടെ അണ്ടർ വാട്ടറിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ എന്താ ചെയ്യുക, പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ഒക്കെ നമ്മുടെ ബ്ലഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, സോലിബിൾ ആവാൻ തുടങ്ങും, സോലിബിലിറ്റി കൂടും. ഇനിയിപ്പോൾ ഈ സ്കൂബ ഡൈവേഴ്സ് എങ്ങോട്ട് വരിക, സർഫസിലേക്ക് വരികയാണ്. നിങ്ങൾക്കറിയാം വെള്ളത്തിൻ്റെ താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്രഷർ കൂടുന്നു. അപ്പോൾ താഴെ പോകുമ്പോൾ പ്രഷർ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടി എന്ന് വെച്ചാൽ ഗ്യാസൊക്കെ ബ്ലഡിൽ എന്തായി, സോലിബിളായി. ഇനി ഈ ഡൈവേഴ്സ് മേലോട്ട് വരിക എന്ന് കരുതുക. സർഫസിലേക്ക് വരുമ്പോൾ താഴെ പ്രഷർ കൂടുതലാണ്, മേലോട്ട് വരുമ്പോൾ എന്താ നടക്കുക, പ്രഷർ കുറഞ്ഞു വരും അല്ലേ സർഫസിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ തിരിച്ച് സോലിബിലിറ്റി എന്താ ചെയ്യേണ്ടത്, കുറയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരിങ്ങനെ മേലോട്ട് വരുമ്പോൾ എന്താ നടക്കുക വെച്ചാൽ ഈ ഡിസോൾവ് ആയിട്ടുള്ള സോലിബിൾ ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് റിലീസ് ചെയ്യുക ചെയ്യുന്നത്. തിരിച്ച് ടുവേർഡ്സ് ദ സർഫസിലേക്ക് വരുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കുറയും, ഡിക്രീസ് ആവും. അപ്പം എന്ത് ചെയ്യും, ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസസിനെയൊക്കെ അത് എന്താ ചെയ്യുക, പുറത്തേക്ക് റിലീസാണ് ചെയ്യുക. അപ്പോഴാണ് അവിടെ എന്തൊക്കെ ഇങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പോഴാണ് നൈട്രജൻ ബബിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ബ്ലഡിൽ ഫോം ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കാപ്പിലറി ട്യൂബ്സിനൊക്കെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ദേ ലീഡ് ടു എ മെഡിക്കൽ കണ്ടീഷൻ്റെ പേരാണ് എന്ത്, ബെൻസ്, വിച്ച് ആർ പെയിൻഫുൾ ആൻഡ് ഡേഞ്ചറസ് ടു ഹെൽത്തിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ബെൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് അതെന്ത് ചെയ്യും, ലീഡ് ചെയ്യും. ക്ലിയർ ആണോ? ഒന്നുമില്ല, നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സ്കൂബ ഡൈവേഴ്സിൻ്റെ കേസ്, സ്കൂബ ഡൈവേഴ്സ് അണ്ടർ വാട്ടറിലേക്ക് പോകുമ്പോൾ പ്രഷർ എന്താണ്, കൂടും. പ്രഷർ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടും, അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസ് ഒക്കെ ബ്ലഡിൽ സോലിബിൾ ആവും. ഇനി ആ ഡൈവർ ടുവേർഡ്സ് ദ സർഫസിലേക്ക് വരുമ്പോൾ തിരിച്ചെന്താണ്, പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്താ നടക്കേണ്ടത്, ഉള്ളിൽ സോല്യൂബിൾ ആയതൊക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് ഡിസോൾവ് ആയതൊക്കെ പുറത്തേക്ക് എന്ത് ചെയ്യും, റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നൈട്രജൻ ബബിൾസ് ഒക്കെ ഫോം ചെയ്യുന്നതും നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ബെൻസ് എന്ന് പറഞ്ഞ മെഡിക്കൽ കണ്ടീഷനിലേക്ക് അത് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഒഴിവാക്കാനാണ് നമ്മൾ കാണാറില്ലേ, ടു അവോയ്ഡ് ബെൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂബ ഡൈവേഴ്സ് ഒക്കെ അതിൻ്റെ വേണ്ട മാസ്ക് അങ്ങനെ ആ ടാങ്കൊക്കെ കൊണ്ടിട്ട് പോകുന്നത് കേട്ടോ. അവർ യൂസ് ചെയ്യുന്ന ടാങ്ക് അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഫിൽഡ് വിത്ത് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം, അതുപോലെ തന്നെ നൈട്രജൻ, ഓക്സിജൻ, ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ടാങ്ക്. ആ അപ്പാരറ്റസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ആ ബെൻസ് എന്ന് പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ അപ്ലിക്കേഷൻ കേട്ടോ. 3 അപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത് കാർബൺ ഡൈ ഓക്സൈഡ് സോലിബിലിറ്റി പറയുക, രണ്ടാമത് സ്കൂബ ഡൈവേഴ്സിൻ്റെ കേസ് പറയുക, മൂന്നാമത്തത് ക്ലൈംബേഴ്സിൻ്റെ ഒക്കെ. നമ്മൾ സെക്കൻഡ് പോയിന്റിൽ അണ്ടർ വാട്ടറിലേക്കുള്ളത് പറഞ്ഞു, ഇനി പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലേക്കുള്ള കേസ് കേട്ടോ. ഇനി അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ ദാറ്റ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. ആലോചിക്കുക, നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വെള്ളത്തിലേക്ക് താഴോട്ട് വരുമ്പോൾ എന്താണെന്നാ പറഞ്ഞത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നല്ലേ.
അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലേക്ക് മേലോട്ട് പോകുന്തോറും എന്താ നടക്കുക? പ്രഷർ ഡിക്രീസ് ആണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ആണ് ചെയ്യുക. ഓക്സിജൻ്റെ ഒക്കെ ലെവൽ കുറയും അല്ലേ? ദിസ് ലീഡ്സ് ടു ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. അപ്പോൾ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങും. People living at high altitudes of climbers, ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ താമസിക്കുന്നവരുടെയോ അല്ലെങ്കിൽ ക്ലൈംബേഴ്സിൻ്റെ ഒക്കെ കേസിൽ ഇതുപോലെ ബ്ലഡിലും ടിഷ്യൂലൊക്കെ എന്ത് കുറയാൻ തുടങ്ങും? ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ലോ ആവാൻ തുടങ്ങും. അപ്പോൾ ലോ ബ്ലഡ് ഓക്സിജൻ എന്ത് കോസ് ചെയ്യും? ക്ലൈംബേഴ്സിൻ്റെ ബോഡിയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? വീക്ക് ആക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ അൺഎബിൾ ടു തിങ്ക് ക്ലിയർലി, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? തിങ്ക് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യും. സിംറ്റംസ് ഓഫ് എ കണ്ടീഷൻ, ഈ ഇതൊക്കെ വരുന്ന ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് അനോക്സിയ. അപ്പം നേരത്തെ മെഡിക്കൽ കണ്ടീഷൻ്റെ പേരെന്തായിരുന്നു? ബെൻസ്. ഇവിടെ എന്താണ്? അനോക്സിയ കേട്ടോ. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ അപ്ലിക്കേഷൻ ഒന്നുമില്ല. ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ താമസിക്കുന്നവരുടെ അല്ലെങ്കിൽ ക്ലൈംബേഴ്സിൻ്റെ ഒക്കെ കേസിൽ എന്താ നടക്കേണ്ടത്? അവിടെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്സിജൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്? ബോഡി വീക്ക് ആവുന്നു. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യുക, അൺഎബിൾ ടു തിങ്ക് പ്രോപ്പർലി, ക്ലിയർലി. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനോക്സിയ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കണ്ടീഷനാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. H2S, a toxic gas with rotten egg-like smell, is used for the qualitative analysis. Okay, whatever. Question നോക്കാം. If the solubility of H2S in water at STP is 0.195 molar, calculate Henry's law constant. അതായത് ഈ KHന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് എന്ത് ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? H2Sന്റെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? വാല്യൂ എത്രയാണ്? 0.195 മോളാണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ വാല്യൂ തന്നിട്ടുണ്ട്. വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് ഒന്ന് ഫൈൻഡ് ചെയ്തേ. വാട്ടറിന് നമ്മൾ എന്തായിട്ടാണ് എടുക്കേണ്ടത്? 1000 gram ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള മോളാണ് നമ്മൾ എന്തെടുക്കുന്നത്? 0.195 കേട്ടോ. അപ്പോൾ ഗിവൺ മാസ് എന്തായിട്ട് എടുക്കുക? വാട്ടറിൻ്റെ 1000 ആയിട്ട് എടുക്കുക. മോളിക്കുലർ മാസ് 18 ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് വാട്ടറിന് എന്ത് കിട്ടും? 55.56 മോൾന്ന് കിട്ടും. ഡൗട്ട് ഇല്ലല്ലോ? ജസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് H2S ആണ് കണ്ടുപിടിക്കേണ്ടത്. മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? H2Sൻ്റെ ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S മേലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതായത് H2Sൻ്റെയും വാട്ടറിൻ്റെയും നമ്പർ ഓഫ് മോൾസിൻ്റെ സം എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ പുട്ട് ചെയ്യുക. അപ്പോൾ മോൾസ് ഓഫ് H2S ഇവിടുന്ന് നമുക്ക് കിട്ടിയല്ലോ. എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 0.195 ആണ്. 0.195 പ്ലസ് വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 55.56 അല്ലേ? അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കിട്ടും. വാല്യൂ വന്നിരിക്കുന്നത് എത്രയാണ്? 0.0035. ക്ലിയർ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതല്ലല്ലോ ചോദിച്ചത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. അപ്പം നമുക്കറിയുന്ന ഹെൻറിസ് ലോന്റെ ഇക്വേഷൻ എന്തായിരുന്നു? P = KH × കൈ. അതിൽ KH കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? P ബൈ മോൾ ഫ്രാക്ഷൻ കൊടുത്താൽ പോരെ? നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അറ്റ് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അപ്പോൾ STPയിൽ നമുക്ക് 0.987 ബാർ ആയിട്ട് എടുക്കാം കേട്ടോ. STPയിൽ പ്രഷർ എത്രയാണ്? 0.987 ബാർ ആണ്. അപ്പോൾ ഞാനിവിടെ പുട്ട് ചെയ്യുമ്പോൾ പ്രഷറിന് എനിക്ക് എന്ത് കൊടുക്കാം? 0.987 ബാർ കൊടുക്കാം. മോൾ ഫ്രാക്ഷൻ ഞാനിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. എത്രയാണ്? 0.0035. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 282 ബാർ. ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? KHൻ്റെ വാല്യൂ കിട്ടുക.
ക്ലിയർ ആണോ? ഒന്നുമില്ല, മോൾ ഫ്രാക്ഷൻ ആദ്യം കണ്ടുപിടിക്കുക. മോൾ ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പി ബൈ മോൾ ഫ്രാക്ഷൻ വെച്ചിട്ട് ഹെൻറിസ് ലോ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ഈ ഏതെങ്കിലും 2 ടേം തന്നാൽ തേർഡ് ടേം നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഹെൻറിസ് ലോൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. KHൻ്റെ വാല്യൂ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് CO2 ഇൻ 500 ml ഓഫ് സോഡ വാട്ടർ വെൻ പാക്ക്ഡ് അണ്ടർ 2.5 atm CO2 പ്രഷർ അറ്റ് 298 Kelvin. ഓക്കെ, ചോയ്സ് ഹെൻറിസ് ലോ കോൺസ്റ്റന്റിനൊക്കെ വാല്യൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസാണ്, എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ ക്വാണ്ടിറ്റി കേട്ടോ. ഇവിടെ ആദ്യം തന്നെ ഒരു കൺവേർഷൻ നടത്തിയതാണ് കേട്ടോ അവർ. 2.5 atm അറ്റ്മോസ്ഫിയറിക് പ്രഷറിലല്ലേ തന്നത്, അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്? പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് കേട്ടോ. പ്രഷറിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നതിനെ 1.01325 × 10⁵ പാസ്കൽ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു KH × കൈ ആണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കാണാൻ വേണ്ടി ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും? P CO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ KH എന്ന് കിട്ടും ഇക്വേഷൻ അല്ലേ. ഓക്കെ, അതിൽ പാർഷ്യൽ പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, KHൻ്റെ വാല്യൂവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യാം അല്ലേ. മോൾ ഫ്രാക്ഷൻ കാണാൻ പാർഷ്യൽ പ്രഷർ ബൈ KH ആയിരുന്നു, P ബൈ KH. പ്രഷറിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 2.5 × 10⁵ പാസ്കലിൻ്റെത്. KHൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 1.67 × 10⁸. അപ്പോൾ ഈ ഒരു ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിലേക്ക് എത്തും? ആൻസർ 0.00152 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ, ഇനി നോക്കാം നമുക്ക് മോൾ ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വേണം മേലെ കൊടുക്കാൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും കൂടെ മോൾ ഫ്രാക്ഷൻ്റെ സമ്മ് വേണം എന്ത് ചെയ്യാൻ? താഴെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു കേസ് താഴെ ഇങ്ങനെ 2 കേസ് വന്നിട്ട് നിങ്ങൾക്കൊന്ന് ഫൈൻഡ് ചെയ്യുന്നത് അങ്ങനെ നടക്കൂല. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നടക്കുക വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എന്താണ് നെഗ്ലിജിബിൾ ആയിരിക്കും ആസ് കമ്പയർഡ് ടു വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ചെയ്താൽ മതി. കാരണം താഴെ ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ എന്ത് നെഗ്ലക്ട് ചെയ്ത് കളയാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ചെയ്യണം അല്ലേ. വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് പറയുമ്പോൾ 500 ml തന്നിട്ടുണ്ടല്ലോ അല്ലേ, സോഡ വാട്ടർ. അപ്പോൾ 500 ml നമ്മൾ എന്താക്കിയിട്ട് എടുത്തത്? 500 gram ആയിട്ട് എടുത്തത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കാണണമെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ആണ് എന്ത്? 500 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ ആണ് എന്ത്? 18. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് 27.78 മോൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അറിയില്ല, പക്ഷെ വാട്ടറിൻ്റെ കണ്ടുപിടിച്ചല്ലോ. എത്രയാണ്? 27.78 വിച്ച് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഇവിടെ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. എത്രയാണ് വാല്യൂ? 0.00152. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ക്ലിയർ ആണോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു 0.042 മോൾ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? കാർബണിൻ്റെ 12, ഓക്സിജൻ്റെ 16 2 times എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വരും? 44 വരും അല്ലേ. അപ്പോൾ ഇത്രയും മോൾ, 1 മോൾ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആണ് എന്ത്? 44 gram. നമ്മളതിൽ എത്ര മോൾ ഉണ്ട്? 0.042 മോൾ ഉണ്ട്.
അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എങ്ങനെയാണ് കാണുക? 0.042 മൾട്ടിപ്പിൾ വിത്ത് 44. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ 1.848 ഗ്രാം എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഹെൻറീസ് ലോ, അതിൻ്റെ അപ്ലിക്കേഷൻസ്, അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ ഹെൻറീസ് ലോ എന്നുള്ള ആ ടോപ്പിക്ക് നമുക്ക് ഫിനിഷ് ആയിട്ടോ. അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് റോഡ്സ് ലോ. റോഡ്സ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫോർ എ സൊല്യൂഷൻ ഓഫ് എ വോളറ്റൈൽ ലിക്വിഡ്. എന്താ മക്കളെ വോളറ്റൈൽ ലിക്വിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേപ്പറൈസ്ഡ് ആവുന്ന ലിക്വിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളറ്റൈൽ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ പ്രസന്റ് ഇൻ സൊല്യൂഷൻ. അതായത് ഒരു വോളറ്റൈൽ ലിക്വിഡ് ആണ്, ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് ഓരോ കമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറും എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ കറസ്പോണ്ടിങ് മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഓരോന്നിന്റെ ഈച്ച് കമ്പോണന്റ്, രണ്ട് പേരുണ്ടെങ്കിൽ ഓരോന്നിന്റെ ഈച്ച് കമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറും അതിന്റെ കറസ്പോണ്ടിങ് മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഞാൻ അതിന്റെ എക്സ്പ്രഷനും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് രണ്ട് കമ്പോണന്റ് ഉണ്ട്, കമ്പോണന്റ് 1ഉം 2 ആണെന്ന്, കമ്പോണന്റ് 1 A B 1 2 വാട്ടെവർ നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈച്ച് കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ, അതായത് P1 ഫസ്റ്റ് കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് ഞാൻ P1 എന്ന് പുട്ട് ചെയ്യാം. അതെന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ ആ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, Chi1ന്. ഗോട്ട് ഇറ്റ്? ഇനിയിപ്പോൾ സെക്കൻഡ് കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാർഷ്യൽ പ്രഷർ P2 അതെന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? മോൾ ഫ്രാക്ഷൻ Chi2ന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഓരോ കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷറും അതിൻ്റെ കറസ്പോണ്ടിങ് മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഈച്ച് കമ്പോണന്റ് എന്ന് അവർ എടുത്ത് പറയുന്നത്. ഓരോ കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷറും അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? P1 ഈക്വൽ ടു P01 Chi1 എന്ന് കൊടുക്കും. ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറണമെങ്കിൽ എന്തായാലും ഒരു കോൺസ്റ്റന്റ് നമ്മൾ പുട്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ വരുന്നതാണ് എന്ത്? P01 എന്നുള്ള ടേം. അപ്പോൾ ഈ P01 റെപ്രസെന്റ് ചെയ്യുന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് 1. പ്യുവർ ആയിട്ടുള്ള സ്റ്റേറ്റിലിരിക്കും. പ്യുവർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ ആണ് എന്ത്? ആ മേലെ നമ്മൾ ഈ നോട്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ, P01. അപ്പോൾ അതുപോലെ P2 എന്ന് പറഞ്ഞു നോക്കിക്കേ. P2 ഈക്വൽ ടു എന്താ വരിക? P02 Chi2. ക്ലിയർ ആണോ? P1 ഈക്വൽ ടു P01 Chi1ഉം P2 ഈക്വൽ ടു P02 Chi2. ഓക്കെ, ഇനി ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താ പറയുന്നേ വെച്ചിട്ടുണ്ടേ. ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത് എത്രയേ ഉള്ളൂ? നമ്മുടെ ടോട്ടൽ പ്രഷർ ഉണ്ടല്ലോ, P ടോട്ടൽ എന്ന് പറയുന്നത്, അത് അതിൽ ഓരോ കമ്പോണന്റിന്റെ പ്രഷറിന്റെയും സമ്മാണ്. അതായത് P ടോട്ടൽ എന്ന് വെച്ചാൽ ഇപ്പം രണ്ട് കമ്പോണന്റ് P1ഉം P2ഉം ഉണ്ടെങ്കിൽ P1 പ്ലസ് P2 ചെയ്താലാണ് എന്ത് കിട്ടുക? P ടോട്ടൽ കിട്ടുകയെന്ന് കേട്ടോ. ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താ പറയുന്നത്? ടോട്ടൽ പ്രഷർ, അതായത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? P ടോട്ടൽ will be the sum of the partial pressure of the components of the solution. അതായത് P ടോട്ടൽ കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? P1 പ്ലസ് P2 ചെയ്താൽ മതി. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് വന്നതെന്നുള്ള ഡെറിവേഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. P ടോട്ടൽ അക്കോർഡിംഗ് ടു ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, P ടോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക? P1 പ്ലസ് P2 എന്നാണ് വരിക. അറിയാലോ. P1 എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചേ? P01 Chi1 അല്ലേ? തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ. P1 വെച്ചാൽ എന്താണ്? P01 Chi1, P2 വെച്ചാൽ P02 Chi2 എന്ന്. അപ്പോൾ ആ വാല്യൂ ഒന്ന് ഞാൻ പുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. P1 വെച്ചാൽ P01 Chi1 പ്ലസ് P2 വെച്ചാൽ എന്താണ്? P02 Chi2. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ചേ. നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു, മോൾ ഫ്രാക്ഷൻ രണ്ട് കമ്പോണന്റ് ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്ത വാല്യൂ എന്താ വരിക? 1 ആണ് അല്ലേ? അപ്പോൾ Chi1നെ എനിക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാടാ? 1 മൈനസ് Chi2 എന്ന് എഴുതാമല്ലോ. Chi1 പ്ലസ് Chi2 രണ്ട് മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്ത വാല്യൂ 1 ആണ്. അപ്പോൾ ഒരു ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് ചെയ്താൽ പോരെ?
ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന മോൾ ഫ്രാക്ഷൻ ഓഫ് 1-നെ എനിക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? P01 1 മൈനസ് Chi2 പ്ലസ് P02 Chi2. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. P01 ഇൻറ്റു 1 P01, P01 മൈനസ് Chi2 മൈനസ് P01 Chi2 പ്ലസ് P02 Chi2. ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഓക്കെ, ഇനി P01 ഒരു മാറ്റവും ഇല്ല. P01 ഞാൻ ആദ്യം എഴുതി. ആലോചിച്ചാൽ ഈ രണ്ട് ടേമിൽ എന്ത് കോമൺ ആണ്? Chi2. ഈ ടേം കോമൺ അല്ലേ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ആ ടേമിനെ പുറത്തേക്ക് എടുത്തൂടെ? പുറത്തേക്ക് എടുക്കാം. ഇനി ഇതിൽ ആരൊക്കെയാ ഉള്ളത്? Chi2 പ്ലസ് P02 ഉണ്ട് അല്ലേ? അപ്പൊ P02 കൊടുത്തു. ഇവിടെ ആരാ ഉള്ളത്? മൈനസ് P01. അപ്പോൾ ഈ രണ്ട് ടേമിന്നും ഞാൻ ആരെ കോമൺ ആയിട്ട് എടുത്തു? മോൾ ഫ്രാക്ഷൻ ഓഫ് 2-നെ കോമൺ ആയിട്ട് എടുത്തു. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? മൈനസ് P01 ഉണ്ട് പ്ലസ് P02 ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? P ടോട്ടൽ ഈക്വൽ ടു P01 പ്ലസ് P02 മൈനസ് P01 Chi2. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ മോൾ ഫ്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തും കൊടുത്തിട്ടുണ്ട്? വേപ്പർ പ്രഷറും കൊടുത്തിട്ടുണ്ട്. ഈ 1ഉം 2ഉം ഇവിടെ കാണുന്നുണ്ടല്ലോ, 1ഉം 2ഉം ഇവരെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് ദ കമ്പോണൻസ്. ഫസ്റ്റ് കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ, സെക്കൻഡ് കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ. കണ്ടോ? P1ഉം P2 ആണ് അവരെന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും P1 ആൻഡ് P2 ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi1 ആൻഡ് Chi2. P1 നോക്കിയിട്ടുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് P1ന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനിയിപ്പോൾ മോൾ ഫ്രാക്ഷൻ വാല്യൂ കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അവരെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ടോട്ടൽ വേപ്പർ പ്രഷർ ആണ് എന്തിൽ കൊടുത്തിരിക്കുന്നത്? ലൈൻ 3ൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 3ൽ ഇതിലെ P01ഉം P02ഉം കണക്ട് ചെയ്ത് ടോട്ടൽ P1 പ്ലസ് P2 ആണ് തേർഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നുമില്ല, മോൾ ഫ്രാക്ഷനും പാർഷ്യൽ പ്രഷർ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള റിലേഷൻ കാണിച്ചതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Vapor pressure of chloroform and dichloromethane at 298 Kelvin are 200 mmHg അതുപോലെ തന്നെ 415 mmHg ആണ് റെസ്പെക്റ്റീവ്ലി. Calculate the vapor pressure of the solution prepared by mixing 25.5 gram of CHCl3 and 40 gram of CH2Cl2 at 298 Kelvin. ഓക്കെ, നോക്കാം അല്ലേ? ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കമ്പോണന്റ് ആണുള്ളത്. ആരൊക്കെയാ? CH2Cl2 ഉണ്ട്, അതുപോലെ തന്നെ CHCl3 ഉണ്ട്. രണ്ടിനും എന്ത് കണ്ടുവെക്കുന്നു? മോളാർ മാസ് ഫൈൻഡ് ചെയ്ത് വെക്കുക കേട്ടോ. മോളാർ മാസ് ഫൈൻഡ് ചെയ്യുക. CH2Cl2 അല്ലേ? കാർബൺ 12 കൊടുക്കുക, ഹൈഡ്രജൻ 2 ക്ലോറിൻ 35.5 2 അപ്പോൾ 85 മോളാർ മാസ് കിട്ടി. അടുത്ത ടേം എന്താ? CHCl3. സി പറയുമ്പോൾ 12, ഹൈഡ്രജൻ പറയുമ്പോൾ 1, ക്ലോറിൻ എന്ന് പറയുമ്പോൾ 35.5 എത്ര ടൈംസ് വരിക? 3 ടൈംസ് വരിക. അപ്പോൾ എന്ത് കിട്ടും? മോളാർ മാസ് 119.5 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടിൻ്റെയും നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ചെയ്തോളൂ. മോളാർ മാസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ചെയ്ത് വെക്കാം. CH2Cl2ന്റെ ഗിവൺ മാസ് എത്രയാണ്? 40. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് 40 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 85.47 മോൾ. അടുത്ത CHCl3ന്റെ നമ്പർ ഓഫ് മോൾസ് ആണെങ്കിലോ അതിന്റെ ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 25.5. അപ്പോൾ 25.5 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 119.5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോൾസ് കിട്ടും.
മോളാർ മാസ് കണ്ടുപിടിച്ചു. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്തിട്ട് എന്തും കിട്ടി? നമ്പർ ഓഫ് മോൾസും കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അപ്പം എന്താ വരിക? രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷൻ കേട്ടോ. മോൾ ഫ്രാക്ഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഏതിൻ്റെയാണോ കാണേണ്ടത് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് മേലെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യുക? താഴെ കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കാണാൻ പോകുന്നത് CH2Cl2ൻ്റെ മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് കിട്ടിയത്? 0.47. അത് വേണം ഞാൻ എന്ത് ചെയ്യാൻ? മേലെ പുട്ട് ചെയ്യാൻ. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ ഇത് പ്ലസ് ഇത്, അതാണ് വാല്യൂ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചത് 0.683. ഇത് ചെയ്താൽ എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ ഓഫ് CH2Cl2 കിട്ടും. ഇനിയിപ്പോൾ CHCl3ൻ്റെ മോൾ ഫ്രാക്ഷൻ ആണെങ്കിലോ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് 0.213 മേലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ ഓഫ് CHCl3 കിട്ടും. വേറൊരു മെത്തേഡ് നമ്മൾ ഈസി വേ എന്തായിരുന്നു പറഞ്ഞത്? മോൾ ഫ്രാക്ഷൻ രണ്ടും കൂടെ ആഡ് ചെയ്ത വാല്യൂ 1 ആണ്. അപ്പോൾ ഒന്നിൻ്റെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ 1 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേ ആൻസറിലേക്ക് എത്തും കേട്ടോ. ഓക്കെ. അപ്പോൾ രണ്ടിൻ്റെ എന്ത് കിട്ടി? മോൾ ഫ്രാക്ഷൻ കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ. P ടോട്ടൽ ഈക്വൽ ടു എന്തായിരുന്നു? P01 പ്ലസ് P02 മൈനസ് P01 K2. ഓർമ്മയില്ലേ ഇക്വേഷൻ പഠിച്ചേ? ഇതാ ഫൈനൽ ഇക്വേഷൻ പഠിച്ചത്. ഓക്കെ. ആ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? വാല്യൂസ് പുട്ട് ചെയ്താൽ മതി കേട്ടോ. പ്യുവർ കമ്പോണൻറ്റ് 1ൻ്റെ പ്രഷർ അവർ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 200. പ്യുവർ കമ്പോണൻറ്റ് 2ൻ്റെ എത്രയാണ് തന്നത്? 415. ഇതാണ് കേട്ടോ P01, ഇതാണ് P02. P02 മൈനസ് P01 എന്ന് പറയുമ്പോൾ 415 മൈനസ് 200 ഇൻറ്റു എന്താണ്? K2. അപ്പോൾ K2ൻ്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടിയല്ലോ, രണ്ടാമത്തെ 0.688. കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് വാല്യൂ വരിക കേട്ടോ, 347.9. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടിൽ എന്തും കൂടെ ചോദിച്ചിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ വേപ്പർ ഫേസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് കാണാൻ വേണ്ടിയിട്ട്, വേപ്പർ ഫേസിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. മോൾ ഫ്രാക്ഷൻ ഓഫ് ഐ ഏത് കമ്പോണൻറ്റിൻ്റെയാണോ കാണേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു പ്രഷർ കൊടുക്കുക, പാർഷ്യൽ പ്രഷർ കിട്ടിയത് കൊടുക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ. ആ ടോട്ടൽ പ്രഷറാണ് മക്കളെ നമ്മളിവിടെ കണ്ടുപിടിച്ചത് കേട്ടോ. ആ പി ടോട്ടൽ കണ്ടോ? പി ടോട്ടൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തു. P01 പ്ലസ് P02 മൈനസ് P01 K2 പുട്ട് ചെയ്തിട്ട് പി ടോട്ടൽ എത്രയാണ് കിട്ടിയത്? 347.9. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ പി ടോട്ടലിൻ്റെ വാല്യൂ ആണ് എന്ത്? 347.9. ഇനി ഓരോന്നിൻ്റെ പ്രഷർ കണ്ടുപിടിക്കുക, പ്രഷർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യുക കേട്ടോ. മോൾ ഫ്രാക്ഷൻ വേപ്പർ ഫേസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ വരിക. അപ്പോൾ പ്രഷർ കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് കിട്ടിയിരുന്നു അല്ലേ? എത്രയാണ്? .688 അല്ലേ മോൾ ഫ്രാക്ഷൻ കിട്ടിയത്? 0.688 മോൾ ഫ്രാക്ഷൻ കൊടുത്തു. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ എത്രയാണ്? 415 അല്ലേ? അപ്പോൾ കറസ്പോണ്ടിങ് CH2Cl2നെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കൊടുക്കുക, മൾട്ടിപ്പിൾ വിത്ത് എന്ത് കൊടുത്താൽ മതി? പ്രഷർ കൊടുത്താൽ മതി. 0.688 ഇൻറ്റു 415 ചെയ്തപ്പോൾ വാല്യൂ കിട്ടി. ഇനിയിപ്പോൾ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എത്രയാണ്? രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 0.312. അവിടെ വരുന്ന പ്രഷർ എത്രയാണ്? 200 അല്ലേ? അപ്പോൾ 0.312 ഇൻറ്റു 200 ചെയ്താൽ പിൻ്റെ വാല്യൂ രണ്ടാമത്തെ കേസിൽ കിട്ടി. ഇനി നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എന്താ കൊടുക്കേണ്ടത്? അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഓഫ് CH2Cl2 ആണ് വേപ്പർ ഫേസിലെ കാണേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ എത്രയാണ്? P285.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചല്ലോ 347.9. രണ്ടാമത്തെ കേസ് ആണെങ്കിലോ
അതിൻ്റെ പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 62.4 ആണ്. അപ്പോൾ ആ വാല്യൂ പുട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ്. അപ്പോൾ 347.9 ടോട്ടൽ കൊടുത്ത വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാൽ പ്രഷർ കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഡിവൈഡഡ് ബൈ പി ടോട്ടൽ ചെയ്താൽ മതി. പി ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. പി ടോട്ടലിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ്. ടോപ്പിക് വരുന്നത് എന്താണ്? ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിൽ, സൊല്യൂട്ട് സോൾവെന്റ് പറയുന്ന രണ്ട് ടേം ലിക്വിഡ് ആവുക. ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഐഡിയൽ എന്നും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് റോഡ്സ് ലോ. ഈ റോഡ്സ് ലോന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡിയൽ നോൺ ഐഡിയൽ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. The solutions which obey Rod's law over the entire range of concentration are known as ideal solution. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ സൊല്യൂഷൻസ് എൻ്റെ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ നോക്കുന്ന സമയത്ത് റോഡ്സ് ലോ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. സൊല്യൂഷൻസ് വിച്ച് ഒബേ റോഡ്സ് ലോ ഓവർ ദ എൻ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ പ്രോപ്പർട്ടി റോഡ്സ് ലോ ഒബേ ചെയ്യും. അതുകൂടാതെ 2 പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന്, എൻതാൽപ്പി ഓഫ് മിക്സിങ് പ്യുവർ കമ്പോണൻസ് എന്ന് സൊല്യൂഷൻ ഫോം ചെയ്യുന്ന നേരത്തെ എൻതാൽപ്പി ഓഫ് മിക്സിങ്ങിൻ്റെ വാല്യൂ എന്താ വരിക? 0 ആണ് വരിക. അതുപോലെ തന്നെ വോളിയം ഓഫ് മിക്സിങ്ങിൻ്റെ വാല്യൂ എന്താ വരിക? 0 ആണ് വരിക. അപ്പോൾ എൻതാൽപ്പി ഓഫ് മിക്സിങ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും വോളിയം ഓഫ് മിക്സിങ് നോക്കിയിട്ടുണ്ടെങ്കിലും വാല്യൂ എന്ത് വരും? 0 എന്നാണ് വരിക. അതൊന്ന് എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. എൻതാൽപ്പി ഓഫ് മിക്സിങ്ങിൻ്റെ ചേഞ്ചിനെയാണ് എന്ത് കൊടുത്തത്? ഡെൽറ്റ എച്ച് മിക്സിങ്ങിൻ്റെ MIX ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. വോളിയം ഓഫ് മിക്സിങ്ങിൻ്റെ എന്തായിരിക്കും വരിക? 0. അതെന്താ മീൻ ചെയ്യുന്നത്? അവിടെ നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ഇവോൾഡ് വെൻ ദ കമ്പോണൻസ് ആർ മിക്സ്ഡ്. കമ്പോണൻസിനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റിന് എന്ത് ചെയ്യുന്നില്ല? അബ്സോർബ് ചെയ്യുന്നുമില്ല, റിലീസ് ചെയ്യുന്നുമില്ല. അതാണ് സിംപ്ലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എൻതാൽപ്പി 0 ആണ്, ചേഞ്ച് 0 ആണ് എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത്. ഹീറ്റിന് എന്താണ്? അബ്സോർബും ചെയ്യുന്നില്ല, ഇവോൾവും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വോളിയം ഓഫ് സൊല്യൂഷൻ വുഡ് ബി ഈക്വൽ ടു ദ സം ഓഫ് വോളിയംസ് ഓഫ് ദ 2 കമ്പോണൻറ്റ്. 2 കമ്പോണൻറ്റ്, ഒന്നൊരു 1 ലിറ്ററും ഒന്ന് 2 ലിറ്ററിൻ്റെയും കൂടെ ഞാൻ മിക്സ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന സൊല്യൂഷൻ 1 + 2 3 ആയിരിക്കുന്നു സമ്മ്. അല്ലാതെ ആ വോളിയത്തിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ആഡ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ വോളിയത്തിൻ്റെ സമ്മായിരിക്കും നമ്മുടെ സൊല്യൂഷൻ്റെ വോളിയം വരുന്നത്. അതാണ് എന്ത് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പറയുന്നത്? വോളിയം ഓഫ് മിക്സിങ് എന്തായിരിക്കും? 0 ആണ് പറയുന്നത്. 3 പോയിന്റാണ് മെയിനായിട്ട് പഠിച്ചത് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് പറയുമ്പോൾ. ഒന്ന് എന്തായിരിക്കണം? വിച്ച് ഒബേ റോഡ്സ് ലോ ഓവർ ദ എൻ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. എല്ലാ കോൺസെൻട്രേഷൻ റേഞ്ചിൽ നോക്കുമ്പോഴും നമ്മുടെ റോഡ്സ് ലോ ഒബേ ചെയ്യുന്നവരായിരിക്കണം. രണ്ടാമത് എൻതാൽപ്പി ഓഫ് മിക്സിങ് അവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഹീറ്റ് എന്ത് ചെയ്യരുത്? റിലീസും ചെയ്യരുത്, അബ്സോർബും ചെയ്യരുത്. മൂന്നാമത് എന്താണ്? വോളിയം ഓഫ് മിക്സിങ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് നമ്മൾ കമ്പോണൻസ് എടുക്കുന്ന വോളിയം ഉണ്ടല്ലോ, അവരുടെ സമ്മ് അവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ തന്നെയായിരിക്കണം സൊല്യൂഷൻ്റെ വോളിയം കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്തത് ഐഡിയൽ സൊല്യൂഷൻ്റെ കുറച്ചുകൂടെ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നിടത്ത് ഇപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കേസിൽ എന്താണ്? സോൾവെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ബി ആയിട്ട് എടുത്തിരിക്കുന്നത് സൊല്യൂട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എ ആൻഡ് ബി ഇൻ്ററാക്ഷൻ എന്ന് മീൻ ചെയ്യുമ്പോൾ എ ഇൻ്ററാക്ഷൻ പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? സോൾവെൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ളത്, സോൾവെൻറ്റ് കേട്ടോ. ബി എന്ന് പറയുമ്പോഴോ സൊല്യൂട്ട് ആണ് വരിക. AB ഇൻ്ററാക്ഷൻ എന്ന് പറയുമ്പോൾ സോൾവെൻറ്റ് ഇൻ്ററാക്ഷൻ. ഇത് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ എ ആൻഡ് ബി ഇൻ്ററാക്ഷൻസ് എന്തായിരിക്കും? അഡീഷണൽ ആയിട്ട് എന്താണ്? AB type of interaction will also present. പ്യുവർ ആയിരിക്കുക വെച്ചാൽ എന്താണ്? A interaction ഉണ്ടാവും. പ്യുവർ ആയിരിക്കുക വെച്ചാൽ BB ഇൻ്ററാക്ഷനും ഉണ്ടാവും.
BB ഇൻ്ററാക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് അഡീഷണൽ ആയിട്ട് എന്തും കൂടെ കാണിക്കും, AB ഇൻ്ററാക്ഷനും കൂടെ കാണിക്കും. AB ഇൻ്ററാക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ സോൾവെന്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷനും കൂടെ എന്ത് ചെയ്യും, പ്രസന്റ് ആയിരിക്കും. If the intermolecular attractive forces between AA and BB are nearly equal to those of AB interaction. അപ്പോൾ AA interaction നോക്കിയാലും BB interaction നോക്കിയാലും ഉള്ള, അതായത് പ്യുവർ ആയിട്ടുള്ളതിൻ്റെ സെയിം വാല്യൂ തന്നെ, സെയിം ഇൻറ്ററാക്ഷൻ തന്നെ ആയിരിക്കും ആരും തമ്മിൽ വരിക, AB interaction തമ്മിലും വരിക ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഹെക്സൈനും ഹെപ്റ്റൈനും ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. ബ്രോമോ ഈഥൈനും ക്ലോറോ ഈഥൈനും ബെൻസീനും ടൊളുവിനും ഇതൊക്കെ ഫോൾസ് ഇൻ ടു ദിസ് കാറ്റഗറി, ഐഡിയൽ സൊല്യൂഷൻ്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ പോയിന്റ് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. AA ഇൻ്ററാക്ഷൻ്റെയും BB ഇൻ്ററാക്ഷൻ്റെയും ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസിന് നിയർലി സെയിം ഈക്വൽ ആയിരിക്കും ആരുടെയും വരിക, AB ഇൻ്ററാക്ഷൻ്റെയും വരിക. അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു, ഹെക്സൈനും ഹെപ്റ്റൈനും തമ്മിലുള്ളത്, ബെൻസീനും ടൊളുവിനും തമ്മിലുള്ളത്, ബ്രോമോ ഈഥൈനും ക്ലോറോ ഈഥൈനും തമ്മിലുള്ളത്. ഏതെങ്കിലും 2 എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ കഴിഞ്ഞു. ഐഡിയൽ സൊല്യൂഷൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു അവരെന്തായിരിക്കണം, റോഡ്സ് ലോ ഒബേ ചെയ്യണം എന്നല്ലേ. അപ്പോൾ അങ്ങനെ റോഡ്സ് ലോനെ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. വെൻ എ സൊല്യൂഷൻ ഡസ് നോട്ട് ഒബേ റോഡ്സ് ലോ ഓവർ ദ എൻ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. റോഡ്സ് ലോ ഓവർ എൻ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിൽ ഒബേ ചെയ്യുന്നവരാണെങ്കിലാണ് എന്ത്, ഐഡിയൽ സൊല്യൂഷൻ. ഒബേ ചെയ്യാത്തവരാണ് എന്ത്, നോൺ ഐഡിയൽ സൊല്യൂഷൻ. അങ്ങനത്തെ കേസിൽ നോൺ ഐഡിയൽ ആണ് നമ്മുടെ സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് സച്ച് എ സൊല്യൂഷൻ ഈസ് ഐദർ ഹയർ ഓർ ലോവർ ദാൻ ദാറ്റ് പ്രഡിക്റ്റഡ് ബൈ റോഡ്സ് ലോ. റോഡ്സ് ലോ പ്രകാരം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന വാല്യൂലും അതെന്തായിരിക്കും, ഒന്നെങ്കിൽ ഹയർ ആയിരിക്കും അല്ലെങ്കിൽ ലോവർ ആയിരിക്കും വരിക. ഐഡിയൽ ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും, ബട്ട് ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും, ഒന്നെങ്കിൽ റോഡ്സ് ലോയിൽ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാൾ ഹയർ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ലോവർ വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ വാല്യൂ ഹയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അങ്ങനെയുള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ത് ഡീവിയേഷനാണ് കാണിക്കുന്നത്, പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നതെന്ന് പറയാം. അതായത് റോഡ്സ് ലോ പ്രകാരം നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂവിലും ഒന്നെങ്കിൽ എന്തായി പോവും, ഹയർ വാല്യൂ ആയി പോവും. നോൺ ഐഡിയൽ ആവുമ്പോൾ ഹയർ ആവുമ്പോൾ നമ്മൾ എന്ത് കേസ് കാണിക്കും, പോസിറ്റീവ് ഡീവിയേഷൻ ആണ് അവർ കാണിക്കുന്നതെന്ന് പറയും, വാല്യൂ കൂടുക. അതല്ല ഇനിയിപ്പോൾ ചില കേസിൽ എന്തായിരിക്കാം, ലോവർ ആയി പോവാം. ലോവർ ആണെങ്കിൽ അവരെന്ത് ഡീവിയേഷനാണ് കാണിക്കുക, ഐഡിയൽ ബിഹേവിയറിനും നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. വാല്യൂ ലോവർ ആണെങ്കിൽ ദേ എക്സിബിറ്റ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോഡ്സ് ലോ എന്ന്. അപ്പോൾ ഐഡിയൽ എന്ന് പറയുമ്പോൾ റോഡ്സ് ലോ ഓവർ ദ എൻ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിൽ ഒബേ ചെയ്യുന്നവരായിരിക്കും. നോൺ ഐഡിയൽ എന്ന് പറയുമ്പോൾ ഒബേ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാത്തപ്പോൾ റോഡ്സ് ലോയിൽ പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഹയറോ ലോവറോ ആയിട്ട് ചേഞ്ച് നടക്കാം. ഹയർ ആണെങ്കിൽ നമ്മൾ റോഡ്സ് ലോന്ന് ഒരു പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടായി എന്ന് പറയാം. ലോവർ ആണെങ്കിൽ എന്ത് പറയാം, റോഡ്സ് ലോന്ന് ഒരു നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ഉണ്ടായെന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസാണ് നമ്മൾ എടുക്കുന്നതെന്ന് കരുതുക. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അവിടെ AB ഇൻ്ററാക്ഷൻസ് ആർ വീക്കർ ദാൻ ദോസ് ഓഫ് AA ഓർ BB. AB ഇൻ്ററാക്ഷൻസ് എന്തായിരിക്കും, വീക്കർ ആയിരിക്കും AAയും BB ഇൻ്ററാക്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഈ ഒരു കേസിൽ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ സൊല്യൂട്ട് സോൾവെന്റ് മോളിക്യൂൾ, അതെ AB എന്താണെന്ന് ഞാൻ പറഞ്ഞേ, സോൾവെന്റും സൊല്യൂട്ടും. ഈ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്തായിരിക്കും, വീക്കർ ആയിരിക്കും ദാൻ കമ്പയർഡ് ടു AA പറയുമ്പോൾ സോൾവെന്റ് ഇന്ററാക്ഷൻ, BB പറയുമ്പോൾ സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അപ്പോൾ AA ഇന്ററാക്ഷനും BB ഇന്ററാക്ഷനെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ എന്തായിരിക്കും എന്നാ പറയുന്നത്, വീക്കർ ആയിരിക്കും. സൊല്യൂട്ട് സോൾവെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ വീക്കർ ആയിരിക്കും ദാൻ ദോസ് ബിറ്റ്വീൻ സൊല്യൂട്ട് എന്ന് വെച്ചാൽ BB ആൻഡ് സോൾവെന്റ് AA ഇന്ററാക്ഷനേക്കാളും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ AB എന്നുള്ളത് അവർ സോൾവെന്റ് എന്ന് സ്റ്റേറ്റ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സൊല്യൂഷന്റെ കേസിൽ എയും ബിയും ഈ ഒരു ഇന്ററാക്ഷൻ എന്താന്നാ പറഞ്ഞത്, വീക്കർ ആണ് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വീക്കർ ആവുന്ന സമയത്ത്
എയോ അല്ലെങ്കിലോ ബിയോ ഒക്കെ എന്താ ചെയ്യുക? ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു എസ്കേപ്പ് ദാൻ ദ പ്യുവർ സ്റ്റേറ്റ്. അവർക്ക് എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ എന്താണ് ഈസിയാണ് ഉണ്ടാവുക. അപ്പൊ എന്താ നടക്കുക? ഇൻക്രീസ് ദ വേപ്പർ പ്രഷർ. അവർ എസ്കേപ്പ് ആവുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. വേപ്പർ പ്രഷർ അങ്ങനെ കൂടുന്നത് കൊണ്ടാണ് അത് എന്തിലേക്ക് റിസൾട്ട് ചെയ്യുന്നത്? പോസിറ്റീവ് ഡീവിയേഷനിലേക്ക് കാണിക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു കേസ് വരുമ്പോൾ എ ബി ഇന്ററാക്ഷൻസ് എന്തായി പോവും? വീക്കർ ആയിട്ട് പോവും. അപ്പൊ ഈ മോളിക്യൂൾസ് ഓഫ് എക്ക് അല്ലെങ്കിൽ ബിക്ക് എന്താ ഇന്ററാക്ഷൻ വീക്കർ അല്ലേ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി എസ്കേപ്പ് ആവാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എസ്കേപ്പ് ആവുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. വേപ്പർ പ്രഷർ കൂടുന്നത് കൊണ്ടാണ് അവർ എന്തിലേക്ക് റിസൾട്ട് ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് ഡീവിയേഷനിലേക്ക് റിസൾട്ട് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഇനി ആരെ പറയാം നമുക്ക്? എത്തനോൾ ആൻഡ് അസറ്റോൺ ബിഹേവ് ഇൻ ദിസ് മാനർ. എത്തനോളും അസറ്റോണും തമ്മിലുള്ള മിക്സ്ചർ സൊല്യൂഷൻ എന്തിലാ കാണിക്കുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കാൻ പോകുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കേട്ടോ. നെഗറ്റീവ് ഡീവിയേഷൻ, പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ എ ബി ഇന്ററാക്ഷൻ എന്തായിരുന്നു? വീക്കർ ആയിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ തിരിച്ചെന്തായിരിക്കും? എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും ആയിരിക്കും വീക്കർ കമ്പയർഡ് ടു എ ബി. നേരത്തെ കേസ് ഒന്ന് ആലോചിക്കാം. നേരത്തെ കേസിൽ എ ബി ഇന്ററാക്ഷൻ ആയിരുന്നു വീക്കർ പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ. ഇനിയിപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് വരിക. എ ബി ഇന്ററാക്ഷനേക്കാൾ വീക്കർ ആയിരിക്കും ആര്? എ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ബി ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ടേം കേട്ടോ. അപ്പോ നേരത്തെ കേസിൽ വേപ്പർ പ്രഷർ എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇവിടെ തിരിച്ചായതുകൊണ്ട് വേപ്പർ പ്രഷർ എന്താ ചെയ്യുക? ഡിക്രീസ് ആണ് ചെയ്യുക. വേപ്പർ പ്രഷർ കുറയുന്നത് കൊണ്ട് അത് എന്തിലേക്കാണ് റിസൾട്ട് ചെയ്യുക? നെഗറ്റീവ് ഡീവിയേഷനിലേക്കാണ് റിസൾട്ട് ചെയ്യുക. നേരത്തെ കേസിൽ വേപ്പർ പ്രഷർ കൂടുമായിരുന്നു. അപ്പോൾ അതെന്ത് കാണിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. കാരണം എ ബി ഫോഴ്സ് എന്തായിരുന്നു? വീക്കർ ആയിരുന്നു അല്ലെ? എ ബി ഇന്ററാക്ഷൻ. ഇവിടെ എന്താണ്? എ ബി ഇന്ററാക്ഷനേക്കാൾ വീക്കറാണ് എയും ബിയും തമ്മിലുള്ളത്. അപ്പോൾ വേപ്പർ പ്രഷർ എന്താ ചെയ്യുക? ഡിക്രീസ് ആണ് ചെയ്യുക. വേപ്പർ പ്രഷർ കുറയുമ്പോൾ അവരെന്ത് കാണിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. ഇനി ഈ ഒരു നെഗറ്റീവ് ഡീവിയേഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആരെ പറയാൻ പറ്റും? മിക്സ്ചർ ഓഫ് ഫീനോൾ ആൻഡ് അനിലിൻ. നേരത്തെ എന്തായിരുന്നു? പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ എക്സാമ്പിൾ എന്തായിരുന്നു? എത്തനോളും അസറ്റോണും കേട്ടോ. പോസിറ്റീവ് ഡീവിയേഷനിലെ എക്സാമ്പിൾ നമ്മൾ എത്തനോളും അസറ്റോണും പഠിച്ചു. ഇവിടെ നെഗറ്റീവ് ഡീവിയേഷനിലെ എക്സാമ്പിൾ ആയിട്ട് എന്താ ആലോചിക്കുക? ഫീനോളും അനിലിനും ആലോചിച്ച് വെക്കുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് തൊട്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.